അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, 4 കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യനിലല്ലാതെ ഉണ്ടാവുകയില്ല. ഒരു വിശ്വാസിയായിരിക്കുന്ന മനുഷ്യന് 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഏതാണ് ആ 4 കാര്യങ്ങൾ? ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ ലാ തസീറു ഇല്ലാ ഫീ മുഅ്മിനിൻ അസ്സുംതു വഹുവ അവ്വലുൽ ഇബാദ. ഒരു വിശ്വാസിയായ, യഥാർത്ഥ വിശ്വാസിയായ ഒരു മനുഷ്യൻ അവൻ എപ്പോഴും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുകയില്ല. അസ്സുംതു, മൗനം എപ്പോഴും ഉണ്ടായിരിക്കും. അവന് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ. പറയുന്നത് കഴമ്പുള്ളതായിരിക്കും, ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കും അവന്റെ സംസാരം. അവന്റെ സംസാരം കൊണ്ട് ആർക്കും ഒരു പ്രയാസം വരികയില്ല. കൂടുതൽ സമയവും അവൻ മൗനിയാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്. രണ്ടാമത്തത് വത്തവാളു, താഴ്മതയുണ്ടായിരിക്കും മുഅ്മിനായ മനുഷ്യന്. വളരെയധികം മറ്റുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ അവന്റെ മനസ്സനുവദിക്കും. അവന് കിബറുണ്ടാവുകയില്ല, അഹങ്കാരമുണ്ടാവുകയില്ല. എല്ലാ മനുഷ്യരോടും സ്നേഹം മാത്രമായിരിക്കും അവനുണ്ടാവുക, മുഅ്മിനായ മനുഷ്യൻ. വത്തവാളു രണ്ടാമത്തത്. മൂന്നാമത്തത് അവനിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യം വദിക്റുല്ലാഹി തആല, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടായിരിക്കും അവന്റെ എല്ലാ സമയങ്ങളും. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും മനുഷ്യൻ. കഴിഞ്ഞുപോയ മുഴുവൻ നമ്മുടെ മുൻഗാമികളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. എപ്പോഴും ദിക്റിലായിരിക്കും, തസ്ബീഹിലായിരിക്കും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും അവർ. നാലാമത്തത് വഖില്ലത്തു ശർർ, ഷർറുണ്ടാവുകയില്ല. ആർക്കും അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും എല്ലാ ജനങ്ങളും അവന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. അതായത് ഒരു നല്ല മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും മറ്റൊരാൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. ഈ 4 കാര്യങ്ങളാണ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവേണ്ടത്. ഇത് നമുക്കുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഒന്ന് അസ്സുംതു, രണ്ടാമത്തത് അതായത് മൗനം, കൂടുതലും അമിതമായി ഓവറായിട്ട് സംസാരിച്ച് അത് കേൾക്കുന്നവർക്കും സംസാരിക്കുന്ന നമുക്കും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസമാണ്. സംസാരം ചുരുക്കുക. രണ്ടാമത്തത് തവാളു, താഴ്മതയുണ്ടാവുക. ഖിയാമത്ത് നാളിന്റെ അലാമത്താൻ, അടയാളത്തിൽപ്പെട്ട ഒരു അടയാളമാണ് മുതിർന്ന ആളുകളോട് എതിർത്ത് സംസാരിക്കുക എന്നുള്ളത്. ഇന്നങ്ങനെയല്ലേ കാണുന്നത്? ഇന്ന് സ്വന്തം വീട്ടിൽ വാപ്പക്കൊരു കാര്യം പറയാൻ കഴിയുന്നില്ല, മക്കൾ എതിർക്കുമോ എന്ന ഭയമാണ്. ഉമ്മാക്ക് മക്കളോട് പറയാൻ പേടിയാണ്, ചീത്ത പറയുകയാണ് ഉമ്മയെ. അങ്ങനെ മുതിർന്ന ആളുകളോടുള്ള റെസ്പെക്ട്, ബഹുമാനം, ആദരവ്, സ്നേഹം, കുട്ടികളോടുള്ള കാരുണ്യം, ഇവകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മൂന്നാമത്തത് ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക. വളരെ ചുരുങ്ങി. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ വന്നതോടുകൂടി കൂടുതലും മനുഷ്യൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകെ എല്ലാവരും പുറത്തൊക്കെ പോയി എല്ലാ തിരക്കും കച്ചവടമൊക്കെ കഴിഞ്ഞ് പണ്ട് കാലത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തി പിന്നെ ഇബാദത്ത് കൊണ്ട് ധന്യമാകുന്ന ഒരു സമയമാണ്. വീട്ടിലൊരു നിസ്കാരപ്പടക്കെട്ട്, കുറെ സുന്നത്ത് നിസ്കരിച്ച്, തഹജ്ജുദ്, ദുഹ ഇവകളൊക്കെ നിർവഹിച്ച്, ഒരു തസ്ബീഹ് മാല പിടിച്ച്, കുറെ ദിക്റുകൾ ചൊല്ലി, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലമുണ്ടായിരുന്നു. എല്ലാ ദിവസവും മൗലിദ് പാരായണം ചെയ്ത്
അസ്മാഉൽ ബദർ ചൊല്ലി വെള്ളത്തിലൂരി അത് കുടിച്ച് മക്കൾക്കും കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ളൊരു കാലഘട്ടമൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അതിന് സമയമില്ല. കാരണം മൊബൈൽ ഫോണിൽ അവൻ വാട്സപ്പിലാണ്, അവൻ ഫേസ്ബുക്കിലാണ്, ഇൻസ്റ്റാഗ്രാമിലാണ്, യൂട്യൂബിലാണ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവകളിൽ ഇങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. അപ്പൊ ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ എപ്പോഴും നാം ചൊല്ലിക്കൊണ്ടിരിക്കണം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ.